ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. കാഹളത്തിൻ നാദം കേട്ടിടാറായി, കാന്തനേശു പാനിൽ വന്നിടാറായി. കാഹളത്തിൻ നാദം കേട്ടിടാറായി, കാന്തനേശു വാനിൽ വന്നിടാറായി. ഹല്ലേലൂയ ഘോഷം കേട്ടിടാറായി, കാന്തനേശു വാനിൽ വന്നിടാറായി. കാഹളത്തിൻ നാദം കേട്ടിടാറായി, കാന്തനേശു വാനിൽ വന്നിടാറായി. ഒരുങ്ങിട്ടുണ്ടോ നീയും പോയിടുവാൻ, കർത്തനോടു കൂടെ വാണിടുവാൻ. കാഹളത്തിൻ നാദം കേട്ടിടാറായി, കാന്തനേശു വാനിൽ വന്നിടാറായി. കുഞ്ഞാട്ടിൻ കല്യാണം വന്നുവല്ലോ, ക്ഷണിക്കപ്പെട്ടോരെല്ലാം ഭാഗ്യവാന്മാർ. കുഞ്ഞാട്ടിൻ കല്യാണം വന്നുവല്ലോ, ക്ഷണിക്കപ്പെട്ടോരെല്ലാം ഭാഗ്യവാന്മാർ. സന്തോഷിച്ചാനന്ദി ചാർത്തിടുക, വീണ്ടെടുപ്പിൻ ഗാനം പാടിടുക. സന്തോഷിച്ചാനന്ദിച്ചാർത്തിടുക, വീണ്ടെടുപ്പിൻ ഗാനം പാടിടുക. കാഹളത്തിൻ നാദം കേട്ടിടാറായി, കാന്തനേശു വാനിൽ വന്നിടാറായി. കാഹളത്തിൻ നാദം കേട്ടിടാറായി, കാന്തനേശു വാനിൽ വന്നിടാറായി. കുഞ്ഞാട്ടിൻ കല്യാണം വന്നുവല്ലോ, ക്ഷണിക്കപ്പെട്ടോരെല്ലാം ഭാഗ്യവാന്മാർ. കുഞ്ഞാട്ടിൻ കല്യാണം വന്നുവല്ലോ, ക്ഷണിക്കപ്പെട്ടോരെല്ലാം ഭാഗ്യവാന്മാർ. സന്തോഷിച്ചാനന്ദി ചാർത്തിടുക, വീണ്ടെടുപ്പിൻ ഗാനം പാടിടുക. സന്തോഷിച്ചാനന്ദിച്ചാർത്തിടുക, വീണ്ടെടുപ്പിൻ ഗാനം പാടിടുക. കാഹളത്തിൻ നാദം കേട്ടിടാറായി, കാന്തനേശു വാനിൽ വന്നിടാറായി. കാഹളത്തിൻ നാദം കേട്ടിടാറായി, കാന്തനേശു വാനിൽ വന്നിടാറായി. അന്തിമ കാഹളം കേട്ടിടുമ്പോൾ, മരിച്ചവരെ വെറുമുയർത്തിടുമേ. അന്തിമ കാഹളം കേട്ടിടുമ്പോൾ, മരിച്ചവരെ വെറുമുയർത്തിടുമേ. വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ചിടും, പറന്നു പോകും അന്നു കാന്തനുമായി. വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ചിടും, പറന്നു പോകും അന്നു കാന്തനുമായി. കാഹളത്തിൻ നാദം കേട്ടിടാറായി, കാന്തനേശു വാനിൽ വന്നിടാറായി. കാഹളത്തിൻ നാദം കേട്ടിടാറായി, കാന്തനേശു വാനിൽ വന്നിടാറായി. ആയിരമായിരം ദൂതരുമായി കാന്തനേശു വന്നിടുമ്പോൾ, ആയിരമായിരം ദൂതരുമായി കാന്തനേശു വാനിൽ വന്നിടുമ്പോൾ. ഒരുങ്ങിട്ടുണ്ടോ നീയും പോയിടുവാൻ, കർത്തനോടു കൂടെ വാണിടുവാൻ. ഒരുങ്ങിട്ടുണ്ടോ നീയും പോയിടുവാൻ, കർത്തനോടു കൂടെ വാണിടുവാൻ. കാഹളത്തിൻ നാദം കേട്ടിടാറായി,
കാന്തനേശു വാനിൽ വന്നിടാറായി, കാകളത്തിൻ നാദം കേട്ടിടാറായി, കാന്തനേശു വാനിൽ വന്നിടാറായി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ കാഹളം എന്നുള്ളതായിരിക്കുന്ന അതിപ്രധാന വിഷയമായി GMI മിനിസ്ട്രി ഫേസ്ബുക്ക് പേജിൽ വചനസന്ധ്യാ കീർത്തനങ്ങൾ എന്നുള്ള ആ പ്രോഗ്രാമിലൂടെ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശേഷാൽ ഈ 2021 ആണ്ടിൻ്റെ പ്രാരംഭ ദിവസത്തിൽ ദൈവവചനവുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം ദൈവവചന ചിന്തയ്ക്കായി വിശേഷാൽ കാഹളം എന്ന പഠന ചിന്തയ്ക്കായി വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയിരിക്കുന്ന 1 ലേഖനം 15-ാം അധ്യായം 50, 51, 52 ഈ തിരുവചനങ്ങൾ വായിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്ന ഇടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷരായി എഴുന്നേൽക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. സ്തോത്രം. കാഹളം എന്നുള്ളതായിരിക്കുന്ന വിഷയം വളരെ അതിപ്രധാനമായിരിക്കുന്ന വിഷയമാണ്. കാഹളത്തെ അതിപ്രധാനമായി 3 തരംതിരിച്ച് പഠിപ്പാനിടയാകും. ഒന്ന്, പഴയ നിയമകാഹളം. 2, പുതിയ നിയമകാഹളം. 3, അന്ത്യ കാഹളം. ഇങ്ങനെ 3 കാഹളത്തെ അതിപ്രധാനമായി വേദ പഠനമനുസരിച്ച് വേദപണ്ഡിതന്മാർ ദൈവവചനത്തിലൂടെ തിരിച്ച് പഠിപ്പിക്കാറുണ്ട്. പഴയ നിയമകാഹളത്തിൻ്റെ ദൈർഘ്യം, അതിൻ്റെ സമയം നമ്മൾ പഠിക്കുമ്പോൾ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ, മോശേ, നീ വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കണം. അപ്പോൾ യഹോവയായ ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ട് അടിപ്പുപണിയായി അടിച്ച മോശ ഉണ്ടാക്കിയതായിരിക്കുന്ന ആ വെള്ളി കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന കാഹളങ്ങൾ മുതൽ പെന്തക്കോസ്തു നാൾ വരെയാണ് പഴയ നിയമ കാഹളത്തിൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ സമയം എന്ന് കാണുവാനിടയാകുന്നത്. പുതിയ നിയമത്തിൻ്റെ കാഹളം, പുതിയ നിയമകാഹളം, പുതിയ നിയമകാഹളത്തെക്കുറിച്ച്, അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച്, അതിൻ്റെ സമയത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ കാണുവാനിടയാകുന്നത് പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ
മേഘപ്രത്യക്ഷത വരെയാണ് പുതിയ നിയമ കാഹളത്തിൻ്റെ ദൈർഘ്യം അല്ലെങ്കിൽ സമയം നമുക്ക് കാണുവാനിടയാകുന്നത്. അന്ത്യകാഹളം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ സഭയെ സ്വർഗത്തിലേക്ക് ആനയിക്കേണ്ടതിന് വേണ്ടി പിതാവായ ദൈവം ഊതുന്ന കാഹളമാണ് അന്ത്യകാഹളം എന്ന് കാണുവാനിടയാകുന്നത്. അന്ത്യകാഹളത്തിൻ്റെ ദൈർഘ്യം നമുക്ക് കാണുവാനിടയാകുന്നത് കർത്താവിൻ്റെ ഗംഭീരനാദം മുഴങ്ങുമ്പോൾ, പ്രധാന ദൂതൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇവിടെ കയറി വരുവീൻ എന്നുള്ളതായിരിക്കുന്നതായ പിതാവായ ദൈവത്തിൻ്റെ ശബ്ദമത്രേ അന്ത്യകാഹളം. അതിൻ്റെ ദൈർഘ്യവും അതിൻ്റെ സമയവും കണ്ണിമയ്ക്കുന്നയിടയിൽ എന്നാണ് കാണുവാനിടയാകുന്നത്. കണ്ണിമയ്ക്കുന്നയിടയിൽ അതിന് പ്രത്യേക ഒരു സമയം പറയുവാൻ കഴിയത്തില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ ഇടയാകുന്നത്. നമ്മൾ കാഹളത്തെ ഒന്ന് വിലയിരുത്തി പഠിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് പഴയ നിയമകാഹളത്തെക്കുറിച്ച് നമ്മളൊന്ന് വിലയിരുത്തി പഠിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനായിട്ട് സംഖ്യാപുസ്തകം 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ളതായിരിക്കുന്നതായ വാക്യങ്ങൾ ഇവിടെ വായിക്കുന്നു. വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക, അടിപ്പ് പണിയായി അവയെ ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിപ്പാനും ഉതകണം. അവ ഊതുമ്പോൾ സഭ മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ നിന്റെ അടുക്കൽ കൂടണം. ഒരു കാഹളം മാത്രം ഊതിയാൽ ഇസ്രായേലിന്റെ സഹസ്രാധിപന്മാരായ പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ കൂടണം. ഗംഭീരതനെ ഊതുമ്പോൾ കിഴക്കേ പാളയത്തിൽ യാത്ര പുറപ്പെടണം. 2-ാം പ്രാവശ്യം ഗംഭീരതനെ ഊതുമ്പോൾ തെക്കേ പാളയങ്ങൾ യാത്ര പുറപ്പെടണം. ഇങ്ങനെ ഇവരുടെ പുറപ്പാടുകൾക്കായി ഗംഭീരതനെ ഊതണം. സഭയെ കൂട്ടേണ്ടതിന് ഊതുമ്പോൾ ഗംഭീരതനെ ഊതരുത്. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ആകുന്നു കാഹളം ഊതേണ്ടത്. ഇത് നിങ്ങൾക്ക് തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിന്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീരധ്വനിയായ കാഹളം ഊതണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്തു ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവ ദിവസങ്ങളിലും മാസാരംഭങ്ങളിലും നിങ്ങളുടെ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളം ഊതണം. അവ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ജ്ഞാപകമായിരിക്കും. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു. യഹോവയായ ദൈവം ആയ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു. സ്തോത്രം. മോശയുടെ പഞ്ചഗ്രന്ഥമായിരിക്കുന്നതായ സംഖ്യാപുസ്തകത്തിൽ പഴയ നിയമകാഹളത്തെക്കുറിച്ച് യഹോവയായ ദൈവം മോശയോട് പറയാണ്, ചെയ്തത് എന്തെന്നാൽ വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കണം. ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേലിനെ അബ്രഹാമിൻ്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിൻ്റെ മകനായിരിക്കുന്ന യാക്കോബിലൂടെയാണ് ദൈവം ഈ ഭൂമിയിൽ ദൈവത്തെ ആരാധിക്കേണ്ടതിന് വേണ്ടി ഒരു സ്വന്തം ജനതയെ ദൈവം തിരഞ്ഞെടുപ്പാൻ ഇടയായത്. അബ്രഹാമിൻ്റെ പേര് കൽദയുടെ പട്ടണമായിരിക്കുന്ന ഊരിൽ അബ്രഹാം അന്യദൈവങ്ങളെ ആരാധിച്ച, അന്യദൈവങ്ങളെ ഉണ്ടാക്കി തൻ്റെ പിതാവിനോട് കൂടെ ആയിരുന്നപ്പോൾ അബ്രഹാമിൻ്റെ പേര് അബ്രഹാം എന്നായിരുന്നു. എന്നാൽ അബ്രഹാമിനെ സർവശക്തനായ ദൈവം പാലും തേനും ഒഴുകുന്നതായിരിക്കുന്ന കനാൻ ദേശത്തെ ആ ദർശനം അബ്രഹാമിന് കൊടുക്കുകയും അബ്രഹാം
അന്യദൈവങ്ങളെ വിട്ട വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിനെ വിറ്റ് ഉപജീവനം കഴിച്ചുകൊണ്ട് നാരിക്കുന്ന അബ്രഹാം എന്തു ചെയ്തു? അന്യദൈവങ്ങളെ വിട്ട തേജോമകനായ ദൈവത്തെ കണ്ട നാൾ മുതൽ അബ്രഹാം കാണിപ്പാനിരിക്കുന്നതായ ദേശത്തേക്ക് അബ്രഹാം യാത്ര പുറപ്പെടുവാനിടയായി. യാത്ര ചെയ്ത് അബ്രഹാം തെക്കേ രാജ്യത്ത് കടന്നു വന്നപ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ, അബ്രഹാമേ, നീ എനിക്ക് വേണ്ടി ഒരു യാഗമർപ്പിക്കണം. അബ്രഹാം മത്തായിയുടെ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുവാനിടയാകുന്നത് യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ 2 കുറുമ്പ്രാവിനെയും ഒരാട്ടുകുറ്റനെയും ഒരു കാളക്കുട്ടിയെയും കൊണ്ടുവന്ന എനിക്ക് വേണ്ടി യാഗം അർപ്പിക്കണം. എന്നാൽ അബ്രഹാം അവിടെ പ്രാകുഞ്ഞിനെ പിളർക്കാത്തതിന് ഫലമായിട്ട് അബ്രഹാമിൻ്റെ ആരാധനയിൽ യാഗത്തിൽ റാഞ്ചൻ പക്ഷി ഇറങ്ങിയേ അബ്രഹാം ആരാധനയ്ക്ക് ശേഷമായിട്ട് ഗാഠനിദ്രയിലുള്ള ബന്ധത്തിൽ കൂരിരട്ടിൻ്റെ അനുഭവത്തിൽ അബ്രഹാം മായിത്തീരുവാനിടയായി. അപ്പോൾ സർവശക്തനായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ, അബ്രഹാമേ, നിന്റെ തലമുറ, നിന്റെ സന്തതി അന്യജാതീയ രാജാക്കന്മാർക്ക് അന്യ രാജ്യത്ത് അടിമകളായി പാർക്കേണ്ടി വരും. അങ്ങനെ അബ്രഹാമിൻ്റെ മകനായിരിക്കുന്ന യിസ്ഹാക്കിൻ്റെ മകനായിരിക്കുന്ന യാക്കോബിൻ്റെ മകൻ ആയിരിക്കുന്നതായ യാക്കോബും അവൻ്റെ സന്തതികളും 70 പേർ മിസ്രൈമിലേക്ക് അടിമകളായി പോകുവാനിടയായി. ഏകദേശം 415 പരം വർഷത്ത് ആയപ്പോൾ 80 പേർ 8 ലക്ഷത്തിൻ്റെ മുകളിൽ ആയിത്തീരുവാനിടയായി. ആയിരങ്ങളെ, പതിനായിരങ്ങളെ, ലക്ഷങ്ങളെ സർവശക്തനായ ദൈവം അബ്രഹാമിൻ്റെ സന്തതിയായിരിക്കുന്ന യാക്കോബിന് ദൈവം അവിടുന്ന് നൽകുവാനിടയായി. എന്നാൽ 415 വർഷക്കാലം ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ അടിമകളായി ഫറവോനിക ശക്തികൾക്ക് അടിമത്വത്തിൽ അവരായിരിക്കുന്ന ദൈവം ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായി ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കേണ്ടതിന് വേണ്ടി മോശയെ കോരോബിന്റെ പർവ്വതത്തിൽ ഇറങ്ങി വന്നുകൊണ്ട് മോശയെ ദൈവം വിളിപ്പാനിടയായി. മോശ ഇതാ കോരേബിന്റെ പർവ്വതം വരെ തന്റെ അമ്മയ്പ്പനായിരിക്കുന്നതായ യിത്രോവിന്റെ ആടുകളുമായി കടന്നു ചെന്നു. അവിടെ താൻ ആടുകളെ മേച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മോശ ഒരു കാഴ്ച കാണുകയാണ്. മുൾപടർപ്പ് കത്തുന്നു, എന്നാൽ അത് വെന്തു പോകുന്നില്ല. അതിന്റെ മധ്യത്തിൽ യഹോവയായ ദൈവം ഇറങ്ങി വന്ന മോശയെ വിളിച്ചിട്ട് മോശയോട് പറഞ്ഞു, എൻ്റെ ജനത്തിന്റെ കണ്ണുനീർ ഞാൻ കണ്ടിരിക്കുന്നു, അവിടെ കരച്ചിൽ ഞാൻ കേട്ടിരിക്കുന്നു. അതുകൊണ്ട് അവരെ വിടുവിക്കേണ്ടതിന് വേണ്ടി, അവരെ മിസ്രൈമിൽ നിന്നും വിടുവിച്ചെടുക്കേണ്ടതിന് വേണ്ടി ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കുവാൻ പോകുകയാണ്. മോശ യഹോവയായ ദൈവത്തോട് പറയാണ്, എന്നെ ആരാണ് അങ്ങോട്ട് അയച്ചത് എന്ന് അവിടെയുള്ളതായിരിക്കുന്ന ഇസ്രായേൽ ജനം ചോദിക്കുമ്പോൾ ഞാൻ അവരോട് എന്താണ് പറയേണ്ടത്? യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, മോശയെ, മോസസ്, ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് നീ ഇസ്രായേലിനോട് പറയണം. ഇസ്രായേലിന്റെ ദൈവത്തിന്റെ പേരാണ് ഞാൻ എന്നുള്ളത്. അപ്പോൾ യഹോവയായ ദൈവം തന്റെ കൂട്ടായിട്ട്, തനിക്ക് ശുശ്രൂഷയ്ക്ക് തന്നെ സപ്പോർട്ടായിട്ട് തന്റെ സഹോദരനായിരിക്കുന്നതായ അഹരോനെ കൂട്ടി മിസ്രൈമിലേക്ക് വിടുവാനിടയായി. അവിടെ കടന്നു ചെന്ന 10ാമത്തെ ബാധയായിരിക്കുന്നതായ കുഞ്ഞാടിന്റെ രക്തത്താൽ കട്ടളക്കാലിന്മേലിലും കുറുമ്പടി മേലിലും രക്തം പുരട്ടിയതിന്റെ ശേഷമായിട്ട്
ജനത്തിന് മേൽ ആ രക്തം തളിച്ചതിന്റെ ശേഷമായിട്ട് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ ഹല്ലേലൂയ, ദൈവത്തിന്റെ ശബ്ദം മുഴക്കുവാനിടയായി. മോശ ദൈവത്തിന്റെ ശബ്ദം മുഴക്കി, നാം പുറപ്പെട്ടു പോക എന്നുള്ളതായിരിക്കുന്നതായ ശബ്ദത്തിന്റെ മധ്യത്തിൽ യഹോവയായ ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്നതായ ഇസ്രായേൽ മിസ്രൈമിൽ നിന്നും പാലും തേനും ഒഴുകുന്നതായിരിക്കുന്ന കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ആ യാത്രയുടെ മധ്യത്തിൽ ഫറവോന്റെ കൊട്ടാരം മുതൽ പ്രൈസ് ദി ലോർഡ് ആ കുടിൽ വരെയുള്ളതായിരിക്കുന്നതായ സകല ആദ്യജാതന്മാരും കൊല്ലപ്പെടുമ്പോൾ ഇവിടെ കാണുവാനിടയാകുന്നത് ഇസ്രായേൽ ജനം, ഇസ്രായേൽ മക്കൾ മോശയുടെ നേതൃത്വത്തിൽ ഇതാ കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനിടയായി. അവർ 40 വർഷം കാലം 41 പ്രാവശ്യം മരുഭൂമിയിൽ യാഗപീഠം പണിത ദൈവത്തെ ആരാധിച്ച അവർ മുൻപോട്ട് കടന്നു വരുമ്പോൾ ആ ചെങ്കടൽ കടന്ന അവരക്കടെ കടന്നു കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം അവരെ ദൈവത്തിന്റെ സന്നിധിയിൽ ഹോരേബിന്റെ പർവ്വതത്തിൽ ആയിരുന്നായ മോശയെ ഇതാ സീനായുടെ പർവ്വതത്തിലേക്ക് വിളിപ്പാനിടയായി. അങ്ങനെ ജനമെല്ലാം പാളയത്തിൽ പാർക്കുന്നതായിരിക്കുന്ന സമയത്ത് യഹോവയായ ദൈവം മോശയെ ആ പർവ്വതത്തിലേക്ക് വിളിച്ച 40 രാവും 40 പകലും യഹോവയായ ദൈവത്തോടുകൂടെ മോശ ആയിരിക്കാനിടയായി. ഞാൻ എൻ്റെ ജനത്തോട് ഞാൻ എപ്രകാരമായിരിക്കുന്നുവെന്നും എൻ്റെ ജനം എന്നോട് കൂടെ എപ്രകാരമായിരിക്കണമെന്നതായിരിക്കുന്നതായ 10 കൽപ്പന യഹോവയായ ദൈവം എഴുതി മോശമേൽ 2 കൽപ്പനയായി ഏൽപ്പിക്കുവാനിടയായി. ആ കൽപ്പലകയിൽ പ്രൈസ് ദി ലോർഡ് ആദ്യത്തെ ദേവാലയമായിരിക്കുന്നതായ സമാഗമന കൂടാരത്തെ കുറിച്ചും സർവശക്തനായ ദൈവം അതിന്റെ സ്കെച്ചും പ്ലാനും എല്ലാം മോശയോട് പറഞ്ഞിരിക്കുന്നു. പുറപ്പാട് പുസ്തകം നമ്മൾ 25-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുവാനിടയാകുന്നത്. ഞാൻ അവരുടെ നടുവിൽ അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 8-9 വാക്യങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ ഇടയാകുന്ന എങ്ങനെയാണ്. അപ്പോൾ തന്നെ മോശയോട് പറയാണ്, ഞാൻ കാണിച്ച മാതൃക പ്രകാരം അത് നിവർത്തിക്കണമെന്ന് പ്രൈസ് ദി ലോർഡ് പറയുകയാണ്. ഇവിടെ നമ്മൾ വായിച്ചതായിരിക്കുന്ന നിർവചനം യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തെന്നാൽ വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കണം എന്ന് മോശയോട് പറയുവാനിടയായി. അങ്ങനെ മോശ ഇസ്രായേൽ മക്കളെ വിടുവിച്ച പാലും തേനും ഒഴുകുന്നതായിരിക്കുന്ന കനാൻ ദേശത്തെ ലക്ഷ്യമാക്കി കടന്നു വരുമ്പോൾ അവർ മരുഭൂമിയിൽ 40 വർഷക്കാലം പാർക്കുവാനും ആ 40 വർഷത്തിൽ 41 പ്രാവശ്യം യഹോവയായ ദൈവം സമാഗമന കൂടാരം അടിച്ച അവർ ദൈവത്തെ ആരാധിച്ച മുന്നേറുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. എന്താണ് സമാഗമന കൂടാരം? സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ ആഗമിക്കുന്ന കൂടാരമാണ് സമാഗമന കൂടാരം. സമാഗമന കൂടാരം എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും ഒരുമിച്ച് സമാഗമന കൂടാരം. എന്താണ് സമാഗമന കൂടാരം? ദൈവത്താൽ നൽകപ്പെട്ട ഇടമാണ്. എന്താണ് സമാഗമന കൂടാരം? വിശുദ്ധിയുടെ ആലയമാണ് സമാഗമന കൂടാരം. വേർപാടിന്റെ ആലയമാണ് സമാഗമന കൂടാരം. സാക്ഷാൽ ദൈവം തന്നെ ഇറങ്ങി വരുന്നതായിരിക്കുന്ന ആലയമാണ് സമാഗമന കൂടാരമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനിടയാകുന്നത്. ആ സമാഗമന കൂടാരത്തിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേലിനു വേണ്ടി ദൈവം വെച്ചിരുന്നായിരിക്കുന്നതായ ഒരു വ്യവസ്ഥയായിരുന്നു. അല്ലെങ്കിൽ അവരുടെ വീണ്ടെടുപ്പ് വിലയായിരിക്കുന്ന 1/2 ശേക്കെൽ വെള്ളി എന്ന് കാണുവാനിടയാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ പുറപ്പാട് സംഖ്യാപുസ്തകം 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കുക, അത് അടിപ്പുപണിയായി അവയെ ഉണ്ടാക്കണം. അവ നിനക്ക് സഭയെ വിളിച്ചു കൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിപ്പാനും ഉതകണം. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമ കാഹളത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ ഇടയാകുന്നത് യഹോവയായ ദൈവം മോശയോട് പറയുകയാണ്, മോശയോട് അരുളിച്ചെയ്യാണ്, നീ വെള്ളി കൊണ്ട് 2 കാഹളം ഉണ്ടാക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പഴയ നിയമ കാഹളം ഉണ്ടാക്കുന്നത് അടിപ്പുപണിയായി അടിച്ച
അത് മോശയിലൂടെ ഉണ്ടാക്കിയത് ആ 2 വെള്ളി കൊണ്ടുള്ളതായിരിക്കുന്ന കാഹളമാണ്. വെള്ളി ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പ് വിലയാണ് വെള്ളി. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, വെള്ളി പൊന്നെ അഴിഞ്ഞു പോകുന്നതായിരിക്കുന്നതായ മുതലായ വസ്തുക്കളെ കൊണ്ടല്ല നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്, പിന്നെയോ ക്രിസ്തു എന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിലെ വെള്ളി വീണ്ടെടുപ്പ് വിലയെ കാണിക്കുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ കുഞ്ഞാടിൻ്റെ രക്തം വീണ്ടെടുപ്പ് വിലയായിട്ട് കാണുകയാണ്. പല വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടാറുണ്ട്, ഈ വെള്ളി വീണ്ടെടുപ്പ് വിലയായിരിക്കുന്ന കാഹളം യേശു ക്രിസ്തുവിനായിട്ട് ചിലര് പറയാറുണ്ട്. ചില വേദപണ്ഡിതന്മാർ പറയുന്നത് തൂറീമിനും ഉമ്മീറിനും അഥവാ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും നിഴലായി പറയാറുണ്ട്. ഏതായിരുന്നാലും 1-ാം അധ്യായം 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ളതായിരിക്കുന്നതായ തിരുവചനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ ഇടയാകുന്നത് 10 കാര്യങ്ങൾ ഇസ്രായേൽ മക്കളുടെ ബന്ധത്തിൽ, പഴയ നിയമ കാഹളത്തുള്ള ബന്ധത്തിൽ, പഴയ നിയമ കാഹളം ഉദകേണ്ടുള്ള ബന്ധത്തിൽ സർവശക്തനായ ദൈവം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന്, പ്രാരംഭത്തിൽ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ വെള്ളി കൊണ്ട് 2 കാഹളമുണ്ടാക്കണം. 2, അതിൻ്റെ പ്രയോജനം തുടർന്ന് പറയുകയാണ്. അത് അടിപ്പ് പണിയായി അവയെ ഉണ്ടാക്കണം. സ്തോത്രം. അടിപ്പ് പണിയായി അതുണ്ടാക്കണം. അത് എന്തിനാണ് ഉദകേണ്ടതെന്ന് 10-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെ നമുക്ക് കാണുവാനിടയാകും. 1, അതിൽ പറഞ്ഞിരിക്കുന്നത് സഭയെ വിളിച്ചു കൂട്ടുവാൻ, സഭയെ പുറപ്പെടുവിപ്പാൻ അത് ഉദകണം. സ്തോത്രം. ഇസ്രായേൽ മക്കൾ, ഇസ്രായേൽ സഭ മരുഭൂമിയിൽ സമാഗമന കൂടാരത്തിൻ്റെ 4 ചുറ്റും 4 വശത്തും 12 ഗോത്രങ്ങൾ അടിച്ചിരിക്കുമ്പോൾ മോശയോട് പറയാണ്, ഇസ്രായേൽ സഭയെ വിളിച്ചു കൂട്ടേണ്ടതിന് വേണ്ടിയാണ് നീ വെള്ളി കൊണ്ടുള്ളതായിരിക്കുന്നതായ കാഹളമുണ്ടാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സഭയെ പുറപ്പെടുവിക്കേണ്ടതിന് വേണ്ടിയാണ് ഈ വെള്ളി കൊണ്ടുള്ളതായിരിക്കുന്ന കാഹളം. 3-ാമത് പറയാണ്, അവ ഉദകുമ്പോൾ അവ ഊതുമ്പോൾ സഭ മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതുക്കൽ കൂടി വരണം. സ്തോത്രം. അപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ വാതുക്കൽ പഴയ നിയമ ഇസ്രായേലായിരിക്കുന്നതായ പഴയ നിയമസഭ മുഴുവനും ഈ വെള്ളി കൊണ്ടുള്ളതായിരിക്കുന്ന കാഹളം മോശ ഊതുമ്പോൾ, അഹരോൻ വിട്ടുമ്പോൾ സഭ മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതുക്കൽ കൂടി വരണം. അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇന്ന് നമ്മുടെയും ദൈവസഭയുടെ ബന്ധത്തിൽ നാം ദൈവത്തെ ആരാധിപ്പാൻ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായിരിക്കുന്നതായ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചും പാപത്തിൻ്റെ ശക്തിയിൽ നിന്നും വിടുതൽ പ്രാപിച്ചു കൊണ്ടിരിക്കുന്നതുമായ, പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നതുമായ സകല വിശുദ്ധന്മാരും അവർ സംഘ ദേവാലയത്തിൽ കൂടി വരണമെന്നുള്ളതായിരിക്കുന്ന ഉപദേശമാണ് നമുക്കിവിടെ കാണുവാൻ ഇടയാകുന്നത്. അതിൻ്റെ 4-ാമത്തെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ, ഒരു കാഹളം മാത്രം ഊതിയാൽ പ്രൈസ് ദി ലോർഡ് ജനം കൂടി വരണം. പിന്നെയോ ജനം കൂടി വരരുത് എന്നാണ്. ഇസ്രായേലിലുള്ളതായിരിക്കുന്നതായ സകല സഹസ്രാധിപന്മാരും പ്രഭുക്കന്മാരുമാണ് ഒരു കാഹളം ഊതുമ്പോൾ
കൂടി വരേണ്ടതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ മോശയോട് സർവശക്തനായ ദൈവം പറയുകയാണ്. സ്തോത്രം. അപ്പോൾ സഭയിലുള്ളതായിരിക്കുന്നതായ കമ്മിറ്റികൾ, അതുപോലെ തന്നെ പ്രൈസലോ ഔദ്യോഗിക വൃന്ദങ്ങളിലായിരിക്കുന്ന സെക്രട്ടറി, ട്രഷറർ, അതുപോലെ തന്നെ പ്രതിപുരുഷൻ, ആ കമ്മിറ്റി അംഗങ്ങൾ എല്ലാം ഇന്ന് ഈ നാളുകളിൽ കൂടി വരുന്നത് പോലെ തന്നെ ഒരു കാഹളം മാത്രം ഊതുമ്പോൾ ജനം കൂടി വരുവാൻ പാടില്ല. പിന്നെയോ ഇസ്രായേലിലെ സഹസ്രാധിപന്മാരും പ്രഭുക്കന്മാരും മാത്രമാണ് കൂടി വരേണ്ടതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിന്റെ 5-ാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് വായിക്കുന്നത്: ഗംഭീര കാഹളധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയം പുറപ്പെടണം. ആരാണ് കിഴക്കേ പാളയത്തിൽ പാർക്കുന്നത്? സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ പാർക്കുന്നത്, ആ പ്രാകാരത്തിന്റെ മുൻപിൽ പാർക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്നതായ ഇസ്രായേലിന്റെ നടത്തിപ്പുകാരനായിരിക്കുന്നതായ മോശയും തൻ്റെ സഹോദരനായിരിക്കുന്ന അഹരോനും ആ ലേവി ഗോത്രമാണ് സമാഗമന കൂടാരത്ത് കിഴക്ക് വശത്ത് പാർക്കുന്നതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിപ്പാനിടയാകും. ദൈവം തൻ്റെ വിളിച്ചിരിക്കുമ്പോൾ പുരോഹിതന്മാരെയും പുരോഹിത വർഗത്തെയും നമുക്ക് കാണുവാനിടയാകുന്നു. ഇവിടെ വായിക്കുന്നത് ഗംഭീരധ്വനി ഊതുമ്പോൾ കിഴക്കേ പാളയം എന്ത് ചെയ്യണം? പുറപ്പെടണമെന്നാണ് കാണുവാനിടയാകുന്നത്. എപ്പോഴാണ് കിഴക്കേ പാളയം പുറപ്പെടേണ്ടത്? യഹോവയായ ദൈവം മരുഭൂമിയിൽ അഗ്നിമേഘ സ്തംഭങ്ങൾ നിർത്തുവാനിടയാകും. അഗ്നിമേഘം അത് യാത്ര പുറപ്പെടുമ്പോഴാണ് യഹോവയായ ദൈവം മോശയോട് പറഞ്ഞിട്ട് മോശ ഗംഭീര ധ്വനി ഊതുവാൻ ഇടയാകുന്നത്. അപ്പോഴാണ് കിഴക്കേ പാളയം പുറപ്പെടുവാനിടയാകുന്നത്. 2-ാം പ്രാവശ്യം ഗംഭീര കാഹളധ്വനി ഊതുമ്പോൾ തെക്കേ പാളയം യാത്ര പുറപ്പെടണം. അങ്ങനെ 12 ഗോത്രങ്ങളും പാളയമടിച്ചിരിക്കുന്നതായ ആ സമാഗമന കൂടാരത്തിന്റെ ചുറ്റോട് ചുറ്റും നിന്നും അവർ എന്ത് ചെയ്യാണ്? മേഘം, അഗ്നിമേഘ സ്തംഭം യാത്ര നീങ്ങുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, യഹോവയായ ദൈവം അതിനെ നിർത്തിയിരിക്കുമ്പോൾ അതിലൂടെ, അതിന്റെ കീഴിലൂടെ ദൈവത്തിന്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേൽ യാത്ര പുറപ്പെടുവാനിടയാകും. വീണ്ടും 12 ഗോത്രങ്ങളും പുറപ്പെടണമെന്നാണ് ഗംഭീര കാഹളധ്വനി ഊതുമ്പോൾ മറ്റുള്ളതായിരിക്കുന്നതായ പുറപ്പെടണമെന്ന ദൈവത്തിന്റെ വചനത്തിൽ വളരെ ശക്തമായി നമ്മൾ വായിക്കുകയാണ്. 8-ാമത്തെ ഭാഗം സഭ കൂടുന്നതിന് ഗംഭീര കാഹളധ്വനി ഊതരുതെന്നാണ്. സഭ കൂടുന്നതിന് ഗംഭീര കാഹളധ്വനി ഊതരുതെന്നാണ് കാണുവാനിടയാകുന്നത്. കാരണം ഓരോ കാഹളങ്ങളും ഊതി ഓരോ ഗോത്രത്തെയും സമാഗമന കൂടാരമാകുന്നതായിരിക്കുന്ന ആദ്യത്തെ ദേവാലയത്തിന്റെ ചുറ്റോട് ചുറ്റും മോശ അഹരോൻ പാർപ്പിക്കുമ്പോൾ സഭയൊന്നടക്കം കൂടുന്നതിന് ഗംഭീര കാഹളധ്വനി ഊതരുതെന്ന സർവശക്തനായ ദൈവം മോശയോട് അരുളി ചെയ്യുവാനിടയാൽ അഹരോന്റെ പുത്രന്മാരാണ് കാഹളം ഊതേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമ കാഹളം ഊതുവാൻ ദൈവം മറ്റുള്ളതായിരിക്കുന്ന ആരെയും അനുവദിച്ചിട്ടില്ല. പഴയ നിയമ കാഹളം ഊതുവാൻ അടിപ്പുപണിയായി വെള്ളി കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്നതായ പഴയ നിയമ കാഹളം ഊതുവാൻ വേണ്ടി സർവശക്തനായ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതായ ലേവി ഗോത്രത്തെ മാത്രമാണ് ദൈവം
ഏൽപ്പിച്ചിരിക്കുന്നത്. അഹരോൻ കഴിഞ്ഞ അഹരോന്റെ മകനായിരിക്കുന്ന എലയാസർ കഴിഞ്ഞ എലയാസറിന്റെ മകനായിരിക്കുന്നതായ പ്രൈസലോ അതിനുശേഷമായിട്ട് അടുത്തയാൾ എന്ന് വേണ്ട, അവർ പുരോഹിതന്മാർ തലമുറയായി കാഹളം ഊതുവാനാണ് സർവശക്തനായ ദൈവം തന്റെ ദാസനായിരിക്കുന്ന മോശയ്ക്ക് ഹല്ലേലൂയ അരുളപ്പാട് നൽകുവാൻ ഇടയായത്. ഇന്ന് നമ്മൾ കാണുവാൻ ഇടയാകുന്നത് ദൈവം വിളിച്ചു വേർതിരിച്ചവര് കർത്താവിന്റെ വേലക്കാരുണ്ട്. ദൈവവേല കർത്താവിന്റെ ശുശ്രൂഷ കേറി ഏറ്റെടുത്തവരുണ്ട്. ഇന്ന് രാത്രികാലം എനിക്ക് ഓർപ്പിപ്പാനുള്ളത്, എന്നെ കേൾക്കുന്നതായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവസന്നിധിയിൽ ദൈവം നിന്നെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ശുശ്രൂഷ ഏറ്റെടുത്ത് നീ മുൻപോട്ട് കടന്നു പോകുവാൻ പാടുള്ളൂ എന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദീർഘവർഷങ്ങളായി 1983 കർത്താവിനെ അറിയുവാനും അറിഞ്ഞതായിരിക്കുന്ന നാൾ മുതൽ, രക്ഷിക്കപ്പെട്ട നാൾ മുതൽ, സ്നാനപ്പെട്ട കർത്താവിന്റെ വേലയുടെ മുഖത്ത് ദൈവത്തിനെ പഠിച്ച ദീർഘവർഷങ്ങളായി ഇന്നുമായിരിക്കാൻ സ്വർഗം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. എനിക്കൊരു പൂർണ്ണ നിശ്ചയമുണ്ട്, പൂർണ്ണ ഉറപ്പുണ്ട്. കർത്താവിനെ വേലയ്ക്ക് വേണ്ടി വിളിച്ചതാണെന്നുള്ളതായിരിക്കുന്ന വലിയ ഉറപ്പ് ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 20 ഡിസംബർ മാസം 17 ചൈനയിൽ വെച്ച് ആരംഭിച്ചതായിരിക്കുന്ന കൊറോണ മുഖാന്തരമായിട്ട് ഈ കടന്നു വന്നായിരിക്കുന്ന 10 മാസത്തോളം വിവിധ നിലകളിൽ ശുശ്രൂഷകൾ മാത്രം ചെയ്തുകൊണ്ട് മുൻപോട്ട് കടന്നു പോകാതിരിക്കുന്നതായ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം ചെയ്യുവാനിടയായി. ഉപജീവന മാർഗത്തിനു വേണ്ടി കർത്താവിന്റെ വേലയല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഇന്നുവരെയും ദൈവം അത്ഭുതം ചെയ്യുകയാണ്. ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, അനേക സഭകൾക്ക് രൂപം നൽകുവാൻ, അനേകരെ രക്ഷയിലേക്ക് നടത്തുവാൻ, അനേകരെ സ്നാനപ്പെടുത്തുവാൻ, കർത്താവിൽ നിദ്ര പ്രാപിച്ചവരെ അനേകരെ അടക്കം ചെയ്യുവാൻ, അനേക സുവിശേഷ മഹായോഗങ്ങൾ നടത്തുവാൻ എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഇടയാക്കിയിട്ടുണ്ട്. അനേകരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശുശ്രൂഷയ്ക്കിറക്കുവാൻ ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. അനേകരെ കർത്താവിന്റെ വേലയിൽ വർദ്ധിപ്പിച്ച, അവരെ കൈത്താങ്ങി അവരെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പണിതെടുപ്പാൻ സർവശക്തനായ ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. കാരണം എന്ന് ചോദിച്ചാൽ എനിക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. അത് ദീർഘവർഷങ്ങളായി വീടും നാടും അമ്മയും അപ്പനെയും സഹോദരന്മാരെയും സഹോദരിമാരെയും ബന്ധുമിത്രാദികളെയും ചർച്ചക്കാരെയും എല്ലാം വിട്ട കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച കേരളത്തിൽ ഏകദേശം 17ാമത്തെ സ്ഥലത്താണ് ഇപ്പോൾ പാർക്കുന്നത്. ഏകദേശം 21 വീടുകളിൽ വാടകയ്ക്ക് പാർപ്പാൻ ദൈവം എന്നെ ഇടയാക്കിയിട്ടുണ്ട്. ദീർഘവർഷങ്ങളായിട്ട് ഇന്ത്യ പെന്തക്കോസ് IPC നിന്ന കർത്താവിന്റെ വേലയിൽ മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഇടയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ മിനിസ്ട്രി ഗ്രേസ് മിഷൻ ഓഫ് ഇന്ത്യ ഗോസ്പൽ ടീം എന്നുള്ളതായിരിക്കുന്നതായ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുവാനും ആ പ്രവർത്തനത്തിൽ അനേക ഇടങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ സാക്ഷിയാകുവാനും, കർത്താവിന് വേണ്ടി അത്യുത്വാനം ചെയ്യുവാനും, അനേകരെ ദൈവത്തിലേക്ക് നേടുവാനും എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കിക്കൊണ്ടിരിക്കുക. 10ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ ഇടയാകുന്നത്, ആ ഭാഗം ഓർപ്പിച്ച എൻ്റെ വാക്കെന്ന് വിരമിപ്പാനാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിലും ഉത്സവങ്ങളിലും മാസ ആരംഭങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളം ഊതണം. അവ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ജ്ഞാപകമായിരിക്കും. യഹോവയായ ഞാൻ നിങ്ങളോട് ദൈവം ആകുന്നു. യഹോവയായ ദൈവം മോശയോട് ഇസ്രായേലുള്ള ബന്ധത്തിൽ പറയുകയാണ്, നിങ്ങളുടെ സന്തോഷ ദിവസങ്ങളിൽ സ്തോത്രം, നിങ്ങളുടെ ഉത്സവ ദിവസങ്ങളിലും മാസ ആരംഭങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങൾ സമാധാനയാഗങ്ങൾ കഴിക്കുമ്പോൾ
കാഹളം ഊതണം എന്ന സർവശക്തനായ ദൈവം പറയുകയാണ്. ഈ 2021 ആണ്ടിൻ്റെ പ്രാരംഭ ദിവസം ആയിരിക്കുന്നതായ ഈ സമയം പ്രൈസലോ ആണ്ടവസാന പ്രാർത്ഥന നമ്മുടെ പല സഭകളിലും ഇല്ലായിരുന്നു. കാരണം ദൈവത്തിൻ്റെ പ്രമാണത്തെ ശത്രുവാന്ന സത്താനാകുന്ന കൊടിയ പിശാച ലോകത്തെ ഭരിക്കുന്നതായിരിക്കുന്ന ലോകത്തിൻ്റെ അധിപനായിരിക്കുന്നതായ ശത്രുവാന്ന സത്താനെന്ന കൊടിയ പിശാച ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ മറിച്ചുകൊണ്ട് ഈ നാളുകളിൽ കടന്നു പോകുമ്പോൾ ഇന്ന് രാത്രികാലം ഈ ലൈവിലൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ 2021 ആണ്ടിൻ്റെ പ്രാരംഭ ദിവസം ദൈവം നിങ്ങൾക്ക് തന്നപ്പോൾ 2000-ന്റെ അവസാനവും 2001-ന്റെ പ്രാരംഭത്തിന്റെ ഇടയിലുള്ളതായിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ വർഷത്തിൻ്റെ പ്രാരംഭത്തിങ്കൽ എത്ര പേർ പുതിയ വർഷത്തിൽ ദൈവത്തെ ആരാധിപ്പാനിടയായി? എത്ര പേർക്ക് പുതിയ വർഷത്തെ അഭിസംബോധന ചെയ്ത ഹല്ലേലൂയ നിങ്ങളെ വലത് കാൽ എടുത്ത പുതിയ വർഷത്തിലേക്ക് വെക്കുവാൻ കഴിഞ്ഞു എന്ന് എനിക്ക് ചോദിക്കേണ്ടത് ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പറയാണ്, മാസാരംഭങ്ങളിലും നിങ്ങൾ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിക്കുമ്പോൾ കാഹളമൂതണം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ ഇന്ന് കർത്താവിന്റെ വലിയ ദാസന്മാർ പലരും, സഭയിലുള്ളായിരിക്കുന്ന ശുശ്രൂഷകന്മാർ പലരും തങ്ങളുടെ സഭയിലേക്ക് ഹല്ലേലൂയ ആരാധനയ്ക്ക് പ്രൈസ് ദി ലോർഡ് കടന്നു വരണ്ടെന്ന് വിലക്കുന്നതായിരിക്കുന്ന ദിനങ്ങളല്ലേ ഈ നാളുകളിൽ. എന്നാൽ ഇതൊക്കെയും അറിയുമ്പോൾ, ഇതൊക്കെയും കാണുമ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം, പ്രൈസ് ദി ലോർഡ് അറിഞ്ഞിരിക്കണം, കർത്താവിന്റെ ഗംഭീര നാദം മുഴങ്ങുവാൻ പോകുകയാണ് എന്നുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ പ്രൈസ് ദി ലോർഡ് ഇന്ന് രാത്രികാലം നാം മറന്നു പോകരുത്. സ്തോത്രം. പഴയ നിയമ വിശുദ്ധന്മാർ, പഴയ നിയമ പുരോഹിതന്മാർ കാഹളമൂതുമ്പോൾ, വെള്ളി കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന കാഹളമൂതുമ്പോൾ അവർ AD 1 നിന്നുകൊണ്ട് അതിൽ BC 4000 പ്രൈസ് ദി ലോർഡ് അരുളപ്പാട് പറഞ്ഞത്, ആദാമിനോട് പറഞ്ഞ, ഹവ്വായോട് പറഞ്ഞ, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നുള്ളതായിരിക്കുന്ന അരുളപ്പാട്. പഴയ നിയമ ഇസ്രായേൽ കാഹളം ഊതിക്കൊണ്ട് പുറകോട്ട് മശിഹായുടെ വരവിന് നോക്കുമ്പോൾ, അവർ ദർശിക്കുമ്പോൾ, പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന നമ്മൾ പ്രൈസ് ദി ലോർഡ് ദൈവസന്നിധിയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയെ പ്രൈസ് ദി ലോർഡ് കർത്താവിന്റെ ഗംഭീരനാദത്തെ, പ്രധാന ദൂതന്റെ ശബ്ദത്തെ, ദൈവത്തിന്റെ കാഹളത്തെ കേൾക്കേണ്ടതിന് വേണ്ടി നമ്മൾ മുൻപോട്ട് നോക്കി യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ അത് വലിയ അതിപ്രധാനമായിരിക്കുന്ന വിഷയമാണെങ്കിലും ഞാൻ എൻ്റെ വാക്കിൽ നിന്നും ഇവിടുന്ന് വിരമിപ്പാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞ, നീ വെള്ളി കൊണ്ട് പ്രൈസ് ദി ലോർഡ് 2 കാഹളമൂതണം. 1-ന്റെ 10-ാം അധ്യായം സംഖ്യാപുസ്തകം 10-ാം അധ്യായം 1 മുതൽ അതിന്റെ 10 വരെ വായിക്കുന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ 10 പ്രൈസ് ദി ലോർഡ് അവസ്ഥകള് ദൈവജനത്തിനു വേണ്ടി അവിടെ 10 പോയിന്റ്, 10 കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ 10-ാമത്തെ ഭാഗത്തിൽ നിന്ന് വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അവിടെ കാണുവാനിടയാകുന്നത്, ദൈവസന്നിധിയിൽ കാണുവാനിടയാകുന്നത് ഹല്ലേലൂയ കാഹളം ഊതണം. അവ നിങ്ങൾക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ജ്ഞാപകമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. യഹോവയായ ഞാൻ നിങ്ങളോട് ദൈവം ആകുന്നു. ഈ ഭൂമിയിൽ കോടാനുകോടി ദൈവങ്ങളുണ്ട്, എന്നാൽ സത്യദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. എന്നാ പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന നിന്നോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ സർവശക്തനായ ദൈവമാണ് നിന്റെ ജ്ഞാപകമായിരിക്കേണ്ടത്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ് പഴയ നിയമ കാഹളം എന്നുള്ളതായിരിക്കുന്ന വിഷയം ഞാനിവിടെ നിർത്തുവാൻ കർത്താവിൽ
ശരണപ്പെടുന്നു. ഇതുവരെയും എന്നെ ശ്രമിച്ചുകൊണ്ടതായിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വാക്കിൽ നിന്ന് വിരമിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനാം നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവിൻ്റെ പൊന്നുപാദപീഠങ്ങളിൽ കർത്താവ് കാഹളത്തെക്കുറിച്ച്, വിശേഷാൽ പഴയ നിയമ കാഹളത്തെക്കുറിച്ച് അല്പസമയം ചിന്തിപ്പാൻ, പഠിപ്പാൻ ദൈവത്തെ ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. അദർശനായ ദൈവത്തിൻ്റെ പാദപീഠങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നായിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമം ചൊല്ലി പ്രാർത്ഥിച്ചവരെ അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുകയാണ്. ഒരു പുതുവർഷം കൂടി ദൈവം ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. മഹാമാരിയായിരിക്കുന്ന കോവിഡ് കർത്താവേ, ഹല്ലേലൂയ, ലോകം മുഴുവനും വികരിച്ചുകൊണ്ട് അനേകരെ ഈ ഭൂമിയിൽ നിന്നും മരണം വഴിയായി മാറ്റപ്പെട്ടു പോയപ്പോൾ തൻ്റെ ജനത്തെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുത്തു വരികയില്ല എന്നുള്ളതായിരിക്കുന്ന പകൽ പറക്കുന്ന അസ്ത്രമോ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയോ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരമോ നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴുമെന്നുള്ളതായിരിക്കുന്നതായ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. അതിനാൽ കർത്താവേ, ഹല്ലേലൂയ, തൻ്റെ ജനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് എല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. നാളെ ഇതേ സമയത്ത് കർത്താവേ, പുതിയ നിയമകാകളുമായി അടുത്ത് കടന്നു വരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ. അവിടുന്ന് പ്രാർത്ഥനയെയും യാചന കേട്ടോണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. Stop.